ചുളിയിലേക്ക് പോയി ഒരു 4 പേർ മരിച്ചിട്ടുള്ളൂ. മിനിങ്ങാണത്ത് ഞങ്ങൾ 2 പേരെ രക്ഷപ്പെടുത്തി, അതിനുശേഷം ഒരാളെ രക്ഷപ്പെടുത്തി. മിനിങ്ങാണത്ത് ഒരു ഭാഗത്തേക്കുള്ള യാത്രയിൽ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. കണ്ടോ, എന്തോ പൂവാണെന്നാണ് ആദ്യം വിചാരിച്ചത്. എന്താണ് സംഭവം? യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വഴിയോര കാഴ്ചകൾ വ്ലോഗിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് തൊടുപുഴയാണ് കേട്ടോ. തൊടുപുഴ വായനക്കാവ് എന്ന് പറയുന്ന ഒരു സ്പോട്ടിലാണ്. വായനക്കാവ് ബ്രിഡ്ജ്, അതായത് വായനക്കാവ് അമ്പലത്തിൻ്റെ സൈഡിലുള്ള ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഇൻട്രോ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും തൊടുപുഴയിലെ കാഴ്ചകളാണ്. അപ്പോൾ തൊടുപുഴയിലെ കാഴ്ചകളും വിശേഷങ്ങളിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിവിടെ കുടയത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ തൊടുപുഴയിൽ. അപ്പോൾ അവിടെ ഒരു ചെറിയ പാലം കണ്ടു. അപ്പോൾ ആ പാലത്തിൻ്റെ വീഡിയോയിലൂടെ അങ്ങനെ നമ്മൾ പോവുകയാണ്. വീഡിയോയിലൂടെ അല്ല, ആ വഴിയിലൂടെ പോവുകയാണ്. അപ്പോൾ ഈ പാലത്തിൻ്റെ ഇവിടെ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ. ഈ പാലത്തിലൂടെ 5 ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള വാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. സിഗ്നൽ പ്രകാരം മാത്രം വാഹനങ്ങൾ കടന്നു പോവുക. ഉണ്ടോ, അവിടെ നിന്ന് റെഡ് ലൈറ്റ് തെളിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകാറായിട്ടില്ല, ഈ പാലത്തിൽ കയറാറായിട്ടില്ല. അവിടെ നിന്നൊരു കാറ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി റിവേഴ്സ് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഗ്രീൻ കത്തി. അപ്പോൾ ഇനി നമുക്ക് പോകാൻ സിഗ്നലായി. അപ്പോൾ ആ ഓട്ടോറിക്ഷ വന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാവേ. നമ്മൾ ഈ തൊടുപുഴയിലെ കാഴ്ചകൾ ഒന്നും പറയാനില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് എല്ലായിടത്തും. ഇത് കണ്ടോ, പച്ച ലൈറ്റ് അയ്യോ റെഡായി. ഈ സ്ഥലത്തിൻ്റെ പേര് കുടയത്തൂർ. കാർഗാര ചവിട്ടും. നമ്മൾ കുടയത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വായനക്കാവ് ടെമ്പിൾ ആ ഒരു ഭാഗത്തേക്കുള്ള യാത്രയിൽ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. കണ്ടോ, എന്തോ പൂവാണെന്നാണ് ആദ്യം വിചാരിച്ചത്. എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ് ഇവിടെ. ഇതുണ്ടോ, റബ്ബർ ബാൻഡാണ്, പല നിറത്തിലുള്ള റബ്ബർ ബാൻഡ്. സംഭവം ഇവിടെ വന്നപ്പോൾ ഒരു കൗതുകം തോന്നി അങ്ങനെ നിർത്തിയത്. ഇത് കണ്ടോ, ഇതുണ്ടാക്കുന്ന റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്ന ഒരു സ്പോട്ടാണ് ഈ കാണുന്നത്. കൗതുകമായിരുന്നു. കാര്യം എന്താണ്, തോരണം പോലെയൊക്കെ തൂക്കിയിട്ടേക്കുന്ന കളർഫുള്ളായിട്ടുള്ള ഒരു സംഭവം. പല കളറിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഉണ്ടോ, ഈ കുറ്റികളിൽ അത് ചൂടാക്കി കൊണ്ടുവന്ന് ഇവിടെ അത് തൂക്കിയിടുവാണ്. ഇതിന് നനച്ചെടുക്കുമല്ലേ, ചൂടായ സാധനമാണ്. ഇത് നനച്ചെടുക്കും, എന്നിട്ട് കട്ട് ചെയ്തെടുക്കും. പുഴുങ്ങിയെടുക്കുകയാണല്ലേ. ഓ ആദ്യമായിട്ട് കാണുന്നതാണ്, അതാണ് ഒരു കൗതുകം കൊണ്ട് അങ്ങനെ നിർത്തിയതാണ്. ഈ വായനക്കാവ് അമ്പലം ഇനി കുറേ ദൂരം. അങ്ങനെ നമ്മൾ റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്നതൊക്കെ കണ്ട് അങ്ങനെ തിരിച്ച് വീണ്ടും വായനക്കാവ് അമ്പലത്തിലേക്ക്. ശരിക്കും പറഞ്ഞാൽ നോക്കിയേ, എന്ത് ഭംഗിയുള്ള കാഴ്ചയാണ് ഇവിടെ. ഒരുപാട് സിനിമകളുടെയൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. പാലം അവിടെയാണല്ലേ. അമ്പലം ഇവിടെ. ഇതാണ് കേട്ടോ വായനക്കാവ് അമ്പലം. ഈ സ്പോട്ടാണ്. നമ്മളിവിടുന്ന് ഇങ്ങനെ താഴത്തോട്ടൊരു വഴിയുണ്ട്. അപ്പോൾ ആ വഴി ചെന്നാൽ ഈ വായനക്കാവ് എന്ന് പറയുന്ന സ്ഥലത്തൊരു പാലമുണ്ട്. പാലം എന്ന് പറഞ്ഞാൽ അല്ലു അർജുൻ്റെയൊക്കെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്ന ഒരു ഫേമസ് ആണ് ഈ ഒരു പാലം. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ കാഴ്ചകളാണ്. നല്ല കാറ്റ്.
ആദ്യം കയറിയ പാലത്തിൻ്റെ ആ സ്പോട്ടിലെത്തി കേട്ടോ. നമുക്ക് വഴിതെറ്റിപ്പോയി. നോക്കി ആ മലയൊക്കെ നോക്കിയിട്ട് എന്താ രസം. നല്ലൊരു വ്യൂ ആട്ടോ. ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അന്യായമാണ്. പക്ഷെ നമുക്ക് ആ വായനക്കാവ് ബ്രിഡ്ജ് ഈ സ്പോട്ടല്ല കേട്ടോ, അത് നമ്മൾ ആ പോകുന്ന വഴി തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. ഇവിടെ ഒരു ഷട്ടിൽ കോട്ടൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം താഴത്തോട്ട് എഴുതി ഇവിടെ നിന്നാണ് നമ്മൾ നേരെ തിരിച്ചു അങ്ങോട്ട് ഇറങ്ങിപ്പോയത്. പക്ഷെ ഇവിടെ എവിടെയോ ആണ് ആ ബ്രിഡ്ജ്. നോക്കാം, ഇത് അമ്പലമാണ് ഈ കാണുന്നത്. ഈ അമ്പലത്തിൻ്റെ സൈഡിൽ എവിടെയാണ് ഈ വായനക്കാവ് ബ്രിഡ്ജ്, വായനക്കാവ് ദേവീക്ഷേത്രം കുടയത്തൂർ. അപ്പോൾ ആ ടെമ്പിളിൻ്റെ ചുറ്റുമാണ് നമ്മളിത് കണ്ടോ, റോഡുണ്ട്. ആ ചുറ്റിലൂടെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും ആ പാലം. കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു. ഇവിടെ വണ്ടി നിർത്താവേ. നിരവധി ചിത്രങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത ഒരു പാലമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. ആര്യ എന്ന് പറയുന്ന അല്ലു അർജുൻ്റെ മൂവിയിൽ, ആ മൂവിയിലെ പാട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇവിടെയാണ് ചിത്രീകരിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞത്. പിന്നെ അതുപോലെ വേറെ ഏതൊക്കെയോ സിനിമകൾ ഷൂട്ട് ചെയ്തു എന്നൊക്കെ പറയപ്പെടുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല കേട്ടോ, ഉള്ളത് പറയാമല്ലോ നിങ്ങളോട്. പക്ഷേ നമ്മൾ സിനിമ ഷൂട്ട് ചെയ്താലും ഇല്ലേലും ഈ ഒരു കാഴ്ച ഗംഭീരമാണേ. അപ്പോൾ നമ്മൾ ഈ ഇടുക്കി യാത്രയിൽ ഈ ഒരു സ്പോട്ടൊക്കെ നമ്മൾ മിസ് ചെയ്യാതിരിക്കുക. കാഴ്ചകൾ ഒന്നും പറയാനില്ല, അന്യായ കാഴ്ചകൾ. ഇത് നമ്മൾ തൊടുപുഴയിൽ നിന്നും 12 കിലോമീറ്ററാണ് കേട്ടോ ഈ ഒരു സ്പോട്ടിലോട്ട് എത്താനായിട്ട്. അത് വായനക്കാവ് ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു പാലം ഉള്ളത്. നമുക്കിത് ഇവിടുന്ന് താഴത്തോട്ട് ഇറങ്ങാൻ ഇതുവഴിയൊക്കെ ഇറങ്ങാം കേട്ടോ താഴത്തോട്ട്. നമ്മൾ ഇറങ്ങുന്നില്ല. ഇത് തലേനാട് ഈ സ്ഥലമാണെന്നല്ല, ഇവിടുന്ന് 2 കിലോമീറ്റർ തലേനാട് എന്ന് പറയുന്ന സ്ഥലത്തോട്ടുണ്ടെന്ന് എഴുതിയേക്കുന്നത്. 3 കിലോമീറ്റർ തലേനാട്. ഇവിടുന്ന് 2.85 കിലോമീറ്റർ. മയിൽക്കുറ്റിയുണ്ട് ഇവിടെ, കണ്ടോ, മയിൽക്കുറ്റിയൊക്കെ കാണാം. തലേനാട്. ഇവിടെ ഒരു കിണറുണ്ട് കേട്ടോ, പൊതുക്കിണറാണെന്ന് തോന്നുന്നു. വെള്ളം ഉണ്ടോയെന്ന് നോക്കാം നമുക്ക്. അന്യായം. നാട്ടുവഴികൾ. അപ്പോൾ അവിടെ നിന്നെടുത്ത് ചാടിയ ഒച്ചയാക്കട്ടെ. നോക്കി നമുക്ക് താഴത്ത് കുറച്ച് ദൂരം പോവാം. പാലത്തിൻ്റെ ഒരു ഫുൾ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ചുടി ഇതാ കേട്ടോ, നമുക്ക് ഇത്രേ ഒപ്പിക്കാൻ പറ്റുന്നുള്ളൂ. ഇവിടെ ഒരു ചെറിയ പേരമരം നിൽപ്പുണ്ടേ. ആരുടെയാണോ എന്താണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഒരു പേരക്കല്ലേ, പറിക്കണോണ്ട് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അമ്മ പഴുത്ത് നിൽപ്പുണ്ട്. നിനക്ക് വേണോ? നിനക്ക് വേണ്ട, നിനക്ക് വേണ്ടി പിന്നെണ്ടാ. അപ്പോൾ ഈ കുടയത്തൂർ വായനക്കാവ് ആ സ്പോട്ടിലെ ആ സ്ഥലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിനി ഒരു അടുത്ത ഒരു ഹിഡൻ സ്പോട്ടിലോട്ട് പോവുക കേട്ടോ. അത് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ തൊടുപുഴയാറിൻ്റെയൊക്കെ ഉത്ഭവസ്ഥാനമായിട്ടുള്ള ത്രിവേണി സംഗമമെല്ലാം നടക്കുന്ന ത്രിവേണി സംഗമം എന്നു പേരുള്ള ഒരു സ്പോട്ടിലോട്ട്. അപ്പോൾ ഇവിടുന്ന് 11 കിലോമീറ്ററാണ് ഇനി ആ ഒരു സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാനുള്ളത്. നമ്മളിനി അങ്ങോട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ തൊടുപുഴ മനോഹരം തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒന്നുമില്ല, കാഴ്ചകളൊന്നുമില്ല എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മൾ ഈ റോഡുകളുടെ ഇപ്പം ഞാൻ ഈ കുടയത്തൂർ എന്ന് പറയുന്ന ഈ സ്പോട്ടിൽ വന്നത്, ഈ നമ്മളിവിടെ എത്തിപ്പെടാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുടയത്തൂർ എവിടെയോ കേട്ട ഒരു സ്ഥലം ബോർഡ് കണ്ടു.
അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അടുത്തുള്ള ചേട്ടനോട് ചോദിച്ചു, ചേട്ടായി ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ ആ ഒരു ചേട്ടായിയാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതും ഈ ഒരു സ്പോട്ടിലോട്ട് വന്നത്. അപ്പോൾ നമുക്കിനി ത്രിവേണി സംഗമം ആ സ്പോട്ടിൽ എത്തിയിട്ട് കാണാം. ഏകദേശം ഒരു 50 മീറ്റർ നീളമുള്ള ഒരു തൂക്കുപാലമാട്ടെ ഈ കാണുന്നത്. സംഭവം നമ്മൾ ഈ ആദ്യം വലിയ ഇത് തോന്നത്തില്ല, പേടി തോന്നത്തില്ലെങ്കിലും പിന്നെ നടുക്കോട്ട് മാറുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഇത് ഇളകി തുടങ്ങും. പേടിക്കാനൊന്നുമില്ല, എൻ്റെ തന്നെ അങ്ങോട്ട് നടന്നോ പോകുന്നു ഉണ്ടോ. രണ്ട് സൈഡിലുള്ള കാഴ്ചകളും ഗംഭീരം തന്നെയാണ്. എന്റെ പൊന്നെ, നീ നടന്നേ അങ്ങോട്ട്. ഇതിപ്പോൾ നമ്മൾ തൊടുപുഴയിൽ നിന്ന് 21 കിലോമീറ്റർ ആട്ടോ ഇങ്ങോട്ടുള്ള ദൂരം. അതുപോലെ തന്നെ വാഗമണ്ണിൽ നിന്നാണെങ്കിൽ 23 കിലോമീറ്ററാണ് ഈ സൈഡിലോട്ട് എത്താനുള്ള ദൂരം. ത്രിവേണി സംഗമം അങ്ങനെയാട്ടോ ഇവിടെ അറിയപ്പെടുന്നത്. ഈ ഒരു സ്പോട്ടിന് പറയുന്ന പേര് ത്രിവേണി സംഗമം എന്നാണ്. അപ്പോൾ നമ്മൾ അങ്ങേക്കരയിൽ നിന്നാട്ടോ ഈ പാലം വഴി കയറി ഈ സൈഡിലെത്തിയത്. അപ്പോൾ ആ സ്ഥലത്തിന് പറയുന്ന പേര് AKG എന്നും ഈ കരയ്ക്ക് പറയുന്ന പേര് മണപ്പാടി എന്നാണ് കേട്ടോ. അപ്പോൾ മണപ്പാടി AKG. അപ്പോൾ നമ്മൾ AKGയിൽ നിന്ന് മണപ്പാടിയിൽ വന്നു. അപ്പോൾ മണപ്പാടിയിൽ ഈ സൈഡിൽ കൂടിയുള്ള നടപ്പാണ് അങ്ങോട്ട്. ഇത് നമ്മൾ ഈവനിങ് സമയം, ഒരു വൈകുന്നേരം 5 മണി സമയത്തൊക്കെ ഇവിടെ ഈ മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് വെള്ളം തുറന്നു വിടുമ്പോഴത്തേക്കും ഈ ഒഴുക്കിൻ്റെ വേഗത കൂടും, ശക്തമാവും ആ ഒരു സമയത്തൊക്കെ. അപ്പോൾ നമുക്കിവിടെ കുളിക്കാൻ ഇറങ്ങുന്നത് ഒക്കെ ശരിക്കും പറഞ്ഞാൽ അപകടം നിറങ്ങിയ ഒരു സംഭവമാണ്. കാര്യം ഇപ്പോൾ കാണുന്ന വെള്ളമല്ല, ഈ പവർ ഹൗസിൽ നിന്നുള്ള വെള്ളം തുറന്നു വിടുമ്പോഴത്തേക്കും അതിശക്തമായിട്ടുള്ള ഒഴുക്കായിരിക്കും ഇവിടെ. ഇത് കണ്ടോ, ഈ ഒരു സംഭവത്തിലൊക്കെ കൂടി നല്ല വെള്ളച്ചാട്ടം പോലെ നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടായിരുന്നു. പക്ഷെ ഇതിനി വൈകിട്ട് 5 മണിയാവുമെന്നാണ് പറഞ്ഞത് ഇത് ഓപ്പൺ ആകുമ്പോഴത്തേക്കും. ഇത് ഓപ്പൺ ആകുമ്പോഴത്തേക്കെന്നല്ല കേട്ടോ, അതായത് നമ്മുടെ മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് വെള്ളം തുറന്നു വിടുന്ന സമയം, ആ സമയത്തൊക്കെ ഇവിടെ വെള്ളം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ വെള്ളമില്ല എന്ന് കരുതി നമ്മൾ വെള്ളത്തിലിറങ്ങി ഈ ഇച്ചിരി വെള്ളമുള്ളൂ എന്നൊക്കെ കരുതി നമ്മൾ വെള്ളത്തിൽ കുളിക്കാനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടും. വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടും, ശക്തിയാവും, ഒഴുകിപ്പോവാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇങ്ങോട്ട് പോരുന്ന വഴി ഒരു ചേട്ടായി നമ്മളോട് പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ ഒരു 3 ദിവസം മുൻപ് ആലപ്പുഴക്കാരെ 3 പേരെ രക്ഷപ്പെടുത്തിയെന്ന് ഇവിടുന്ന് ഒഴുക്കിൽപ്പെട്ടിട്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ മരണങ്ങളൊക്കെ ഒരുപാട് നടന്നിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. ത്രിവേണി സംഗമം അങ്ങനെയാണ് കേട്ടോ ഈ സ്പോട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സ്പോട്ടിന് ത്രിവേണി സംഗമം എന്ന് പറയുന്ന ഒരു പേര് വരാനുള്ള കാരണം, നമ്മൾ മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് വരുന്ന വെള്ളം, അതായത് അവിടുത്തെ വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷം വരുന്ന പുറന്തള്ളുന്ന വെള്ളവും നച്ചാറും വലിയ ആറും സംഗമിക്കുന്ന ഒരു സ്പോട്ടാണ്. അതുകൊണ്ടാണ് ഇത് ത്രിവേണി സംഗമം എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു മലനിരകളുടെയൊക്കെ ഭംഗിയും കൂടി കാണുമ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു പ്രത്യേക ഭംഗിയാട്ടോ ഈ ഒരു ഏരിയ. ഉണ്ടോ 3 സ്പോട്ടിൽ നിന്നാണ് കേട്ടോ വെള്ളം വരുന്നത്. കണ്ടോ, നേരെ അവിടെ നിന്നുണ്ട്, പിന്നെ ഈ സ്പോട്ടിൽ നിന്നുണ്ട്, പിന്നെ ഈ സ്പോട്ടിൽ നിന്നുണ്ട്. അങ്ങനെ 3 സ്പോട്ടിൽ നിന്നാണ് വെള്ളം വരുന്നത്. പിന്നെ ഏതൊക്കെ സ്പോട്ടിൽ നിന്ന് ഏതൊക്കെ വെള്ളമാണെന്ന് എനിക്ക് പറയാൻ കൃത്യമായിട്ട് അറിയാൻ പാടില്ല കേട്ടോ. എന്നാലും ഇവിടെ അത്യാവശ്യം ഒഴുക്കുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്ക് നോക്കി, അത്യാവശ്യം ഒരു ഒഴുക്കുള്ള സ്പോട്ടാണ്. നമുക്കൊന്ന് താഴെ ഇറങ്ങാം. കാഴ്ചകൾ എന്തൊക്കെയായാലും ഗംഭീരമാണ് കേട്ടോ ഇവിടെ. നല്ല തണുത്ത വെള്ളം, ഐസ് വെള്ളം. എന്താ പറയുക, ഈ ചൂടത്ത് ഈ വെള്ളത്തിൽ കാലെന്ന് വെച്ചപ്പോൾ തന്നെ എന്താ രസം, നല്ല കുളി. സംഭവം ഇവിടെ അലക്കുകലൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ സമയത്ത് ഇത്രത്തോളം വെള്ളമാവും. അപ്പോൾ ഈ സമയത്തൊക്കെ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, നമുക്ക് മിസ്സായ ഒരു സംഭവം, മിസ്സായ ഒരു കാഴ്ച. അതായത് വെള്ളം തുറന്നു വിടുന്ന സമയത്തുള്ള കാഴ്ച നമുക്ക് മിസ്സായി.
അത്യാവശ്യം പഴക്കം ചെന്ന ഒരു തൂക്കുപാലാണെന്ന് തോന്നുന്നു. സംഭവം തുരുമ്പിച്ചൊക്കെ ഇരിക്കുക. നമ്മളിപ്പോൾ ഈ തൂക്കുപാലം കാണാൻ വന്ന ആ ഒരു സ്പോട്ടില്ലേ, അതായത് വരുന്ന വഴിക്കായിട്ട് തന്നെ ഇരുവശങ്ങളിലുമായിട്ടൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്പോട്ടിൽ ഉണ്ടോ പഴയ, അതായത് ഇവിടുന്ന് താമസം മാറിപ്പോയ സംഭവം ആണെന്ന് തോന്നുന്നു. പഴയ വീടുകളൊക്കെ ഇതേപോലെ പൊളിഞ്ഞു കിടക്കുന്ന വീടുകളൊക്കെ കാണാം. പിന്നെ അതുപോലെ ഈ ഒരു വഴിയും കൂടി കാണുന്നുണ്ട്, അങ്ങോട്ട് ഒരു നടപ്പാത. അവിടെയും ഏതോ വീട്ടിലോട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. ക്കാൻ വന്നവർ ഈ സ്ഥലം അറിയാതെ അവിടെ ഇരുന്ന് പേരുകെട്ടെന്ന് പറയുന്ന സ്ഥലം അത് തിരുവേണി സംഗമമാണ്. അതിലിരുന്ന് ചാടി നീന്താൻ പറ്റാതെ ആ ചുളിയിലേക്ക് പോയി ഒരു 4 പേർ മരിച്ചിട്ടുള്ളൂ. മിനിങ്ങാണത്ത് ഞങ്ങൾ 2 പേരെ രക്ഷപ്പെടുത്തി, അതിനുശേഷം ഒരാളെ രക്ഷപ്പെടുത്തി. മിനിങ്ങാണത്ത് ഇങ്ങനെയൊക്കെ ഈ ടൂർ വരുന്നവർ അറിയാതെ ചാടുന്നതാണ്. ചിലപ്പോൾ അവർ വരുന്നത് നല്ല പൂസിലായിരിക്കും, ഇല്ലെങ്കിൽ പൂസില്ലാതിരിക്കും, ഇവിടെ വന്ന് കളിക്കുമായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഇത് ശരിക്കും വെള്ളം ഇച്ചിരി കഴിഞ്ഞിട്ട് കൂടും. വൈകുന്നേരം ആകുമ്പോൾ കൂടും. രാവിലെ രാത്രിയെല്ലാം കൂടി പോയിക്കൊണ്ടിരിക്കും. രാവിലെ 8 മണിക്ക് ശേഷമേ അത് കുറയുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ. എങ്ങനെ വരും, എപ്പോൾ വരും ഒന്നും പറയാൻ പറ്റിയല്ല. 6 സെൻറ്ററ്റും ഉണ്ട് പവർ ഓഫീസിൽ. 6 എണ്ണം വർക്കില്ലെങ്കിൽ 5 എണ്ണം വർക്കാകും. 5 എണ്ണം വർക്കാകുമ്പോൾ വെള്ളം കൂടി വരുള്ളൂ. അതാണ് ഇതിനകത്തുള്ള സംഭവം. അത് ഇറങ്ങാതെ ഇരിക്കാൻ വേണ്ടി മിനിങ്ങാനത്ത് ഫയർ ഫോഴ്സ് വന്ന് എല്ലാം ചെക്ക് ചെയ്ത് ആ പയ്യനെ രക്ഷപ്പെടുത്തിയത്. മീൻ വലയിട്ട് പിടിച്ചതുപോലെ പിടിച്ച് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പോയത് ആ സൈഡായിരുന്നു കേട്ടോ. ആ ഒരു സൈഡിലായിരുന്നു നമ്മൾ ആദ്യം പോയത്. ആ തൂക്കുപാലം കയറി അങ്ങനെ അവിടെ എത്തി. ഇതിൻ്റെ എതിർദിശയാണ്. അപ്പോൾ ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപകട സാധ്യതയുള്ള പ്രദേശം, പുഴകളിലും നദികളിലും ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക, വഴക്കിലുള്ള കല്ലുകളും പാറകളും ആയതിനാൽ അപകട സാധ്യതയുണ്ട്, പെട്ടെന്ന് ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. അതാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ്. പെട്ടെന്ന് ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അതായത് മൂലമറ്റം പവർ ഹൗസിലെ വെള്ളം ഏത് സമയത്ത് അത് തുറന്നു വിടുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നമ്മളിവിടെ കുളിച്ചിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ പെട്ടുപോകും. അതുകൊണ്ട് മാക്സിമം വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക. ഇതുണ്ട്, ഇതിൻ്റെ ആ സെൻട്രലായിട്ടൊരു ചെറിയ തുരുത്ത് പോലെ ഒരു കരിങ്കൽക്കെട്ട് നിർമ്മിതിയിലുള്ള ഒരു സ്പോട്ട് കാണുന്നുണ്ട് കേട്ടോ. നേരെ അപ്പുറത്തെ ഒരു സ്പോട്ട്. അപ്പോൾ ഈ 3 സ്പോട്ടിൽ ഇവിടെ നിന്നും വെള്ളം വരും. അതുപോലെ തന്നെ ആ കാണുന്ന ഒരു സ്പോട്ടിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്, അവിടെ നിന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാണുന്ന ഈ ഒരു സ്പോട്ടാണ് ഈ ത്രിവേണി സംഗമം. ഉരുളം കല്ലായതുകൊണ്ട് കാലിങ്ങനെ തെന്നി പോകുന്നു. നോക്കിക്കടി, ഇപ്പോൾ ആ തൂക്കുപാലം കാണാൻ എന്താ ഭംഗി. വെള്ളം ഇങ്ങനെ ഒഴുകുന്നു, അതിൻ്റെ സെൻറ്ററിൽ ആ തൂക്കുപാലം. നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ നിന്നുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ത്രിവേണി സംഗമത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.